ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ജനിച്ച നക്ഷത്രമനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും പല മാറ്റങ്ങളും കാണാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഭാഗ്യം, ആരോഗ്യം, സാമ്പത്തിക ഭദ്രത എന്നിവ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു രത്നമാണ് വൈഡൂര്യം. അശ്വതി നക്ഷത്രം ഭരിക്കുന്നത് കേതുവാണ്. കേതുവിനെ ഒരു നിഴൽ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആത്മീയത, മോക്ഷം, തത്വചിന്ത, ഏകാന്തത, അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ധീരരും സാഹസികരും ഊർജ്ജസ്വലരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അവർക്ക് നല്ല നേതൃഗുണങ്ങളും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമുണ്ട്. എന്നാൽ ചിലപ്പോൾ അക്ഷമയും എടുത്തുചാട്ടവും അവർക്ക് വിനയായേക്കാം. അശ്വതി നക്ഷത്രത്തിന്റെ ജന്മക്കല്ലാണ് വൈഡൂര്യം. ഇത് കേതുവിന്റെ രത്നമായിട്ടാണ് അറിയപ്പെടുന്നത്. വൈഡൂര്യത്തിന് പൂച്ചയുടെ കണ്ണിന്റെ രൂപമുള്ള ഒരു പ്രത്യേക തിളക്കമുണ്ട്. ഇതിനെ ചാതകമെന്നും ചിലപ്പോൾ പറയാറുണ്ട്. കേതുവിന്റെ ദശാകാലത്തോ അപകാരകാലത്തോ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കാൻ വൈഡൂര്യം സഹായിക്കും. അപ്രതീക്ഷിത പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാൻ ഇത് ഉത്തമമാണ്. ഭാഗ്യം, സമൃദ്ധി, ധനം എന്നിവ കൊണ്ടുവരാൻ വൈഡൂര്യം സഹായിക്കും. സാമ്പത്തികമായ ഉന്നതി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങൾ, എല്ല് സംബന്ധമായ രോഗങ്ങൾ എന്നിവയുള്ളവർക്ക് വൈഡൂര്യം ആശ്വാസം നൽകും. ഇത് ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ മെച്ചപ്പെടുത്തുന്നു. മനസ്സിലെ അശാന്തി, ഭയം, ഉത്കണ്ഠ എന്നിവ കുറച്ച് മാനസിക സമാധാനം നൽകാൻ വൈഡൂര്യം സഹായിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. കേതു ആത്മീയതയുടെ ഗ്രഹമായതുകൊണ്ട് വൈഡൂര്യം ധരിക്കുന്നത് ആത്മീയമായ വളർച്ചയ്ക്കും ധ്യാനം, യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നവർക്കും ധനം കയ്യിൽ നിൽക്കാത്തവർക്കും വൈഡൂര്യം ഗുണകരമാണ്. ഇത് അപ്രതീക്ഷിത ധനലാഭത്തിനും കാരണമായേക്കാം. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനും വൈഡൂര്യം ഫലപ്രദമാണ്. ഇത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കുന്നു. പലപ്പോഴും നിർഭാഗ്യം വേട്ടയാടുന്നതായി തോന്നുന്നവർക്ക് വൈഡൂര്യം ഒരു രക്ഷകനായി മാറിയേക്കാം. ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ശക്തി നൽകുന്നു. കുടുംബത്തിലെ കലഹങ്ങൾ, തർക്കങ്ങൾ എന്നിവ കുറയ്ക്കാനും ഐക്യം വർദ്ധിപ്പിക്കാനും വൈഡൂര്യം സഹായിക്കും. ധരിക്കുന്ന വൈഡൂര്യം ശുദ്ധവും ഉയർന്ന ഗുണമേന്മയുള്ളതുമായിരിക്കണം. കൃത്രിമ കല്ലുകളോ കേടുപാടുകളുള്ള കല്ലുകളോ ധരിക്കുന്നത് വിപരീത ഫലം നൽകിയേക്കാം. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശരിയായ ഭാരത്തിലുള്ള കല്ല് തിരഞ്ഞെടുക്കുക. വൈഡൂര്യം സ്വർണത്തിലോ വെള്ളിയിലോ ധരിക്കാം. സാധാരണയായി സ്വർണമാണ് ഉത്തമം. വലത് കൈയിലെ മോതിര വിരലിലോ നടുവിരലിലോ ആണ് വൈഡൂര്യം ധരിക്കേണ്ടത്. ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ കേതുവിന്റെ ഹോരയിലോ നക്ഷത്രത്തിലോ ധരിക്കുന്നത് നല്ലതാണ്. രാവിലെ കുളിച്ച് ശുദ്ധമായ മനസ്സോടെ വേണം ധരിക്കാൻ. വൈഡൂര്യം ധരിക്കുന്നതിന് മുൻപ് കേതു മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. വൈഡൂര്യം ധരിക്കുന്നതിന് മുൻപ് നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ്. ഒരു വിദഗ്ധനായ ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം വൈഡൂര്യം ധരിക്കുക. കാരണം ചില വ്യക്തികളുടെ ജാതകം അനുസരിച്ച് വൈഡൂര്യം ദോഷകരമായി ഭവിച്ചെന്നും വരാം. വൈഡൂര്യം കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. കേതുവിന്റെ ദശയിൽ അപ്രതീക്ഷിത രോഗങ്ങൾ, അപകടങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈഡൂര്യം ധരിക്കുന്നതിലൂടെ ഈ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ദഹന പ്രശ്നങ്ങൾ, നാഡീവ്യൂഹ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയുള്ളവർക്ക് വൈഡൂര്യം ആശ്വാസം നൽകും. ഉത്കണ്ഠ, ഭയം, അമിതമായ ചിന്തകൾ എന്നിവയുള്ളവർക്ക് മാനസിക സമാധാനം നൽകാൻ ഇത് സഹായിക്കും. ധനനഷ്ടം സംഭവിക്കുന്നവർക്കും ബിസിനസ്സിൽ ബുദ്ധിമുട്ടുകൾ നേടുന്നവർക്കും വൈഡൂര്യം ധനം ആകർഷിക്കാൻ സഹായിക്കും. ധ്യാനത്തിലും ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വൈഡൂര്യം ധരിക്കുന്നത് ഗുണകരമാണ്. മഞ്ഞ കലർന്ന പച്ച, തവിട്ട്, ചാരം, കറുപ്പ്, സ്വർണ്ണ നിറങ്ങളിൽ വൈഡൂര്യം കാണാം. ഏറ്റവും മികച്ച വൈഡൂര്യം തേനിന്റെ നിറമുള്ളതാണ്. വൈഡൂര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ തിളക്കമാണ്. ഒരു നേർരേഖ പോലെ പ്രകാശത്തിന്റെ പ്രതിഫലനം ഇതിൽ കാണാം. ഇത് പൂച്ചയുടെ കണ്ണിന്റെ തിളക്കവുമായി സാമ്യമുള്ളത് കൊണ്ടാണ് കാറ്റ്സ് ഐ എന്ന് പറയുന്നത്. ഇതൊരു ക്രിസോബെറിൽ വിഭാഗത്തിൽപ്പെടുന്ന രത്നമാണ്. നല്ല ഗുണമേന്മയുള്ള വൈഡൂര്യം അത്ര സുലഭമല്ല. ശ്രീലങ്ക, ബ്രസീൽ, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വൈഡൂര്യ ഖനികൾ ഉള്ളത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൈഡൂര്യം ധരിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും ആരോഗ്യവും മാനസിക സമാധാനവും നൽകുമെന്ന് ജ്യോതിഷം പറയുന്നു. എന്നാൽ ഏതൊരു രത്നം ധരിക്കുന്നതിന് മുൻപും ഒരു നല്ല ജ്യോതിഷിയുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. ജാതകം വിശദമായി പരിശോധിച്ച് വൈഡൂര്യം നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ധരിക്കുക. ഇത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. അശ്വതി നക്ഷത്രം ഭരിക്കുന്നത് കേതു ഗ്രഹമാണ്. കൂടാതെ അശ്വിനി ദേവകളാണ് ഇതിന്റെ ദേവതകൾ. ഈ രണ്ട് ഘടകങ്ങളും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും ധീരരും സാഹസികരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവരുടെ ചില പ്രധാന സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോൾ അശ്വതിക്കാർക്ക് ജന്മന ഒരു ധീരമായ സ്വഭാവമുണ്ട്. വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് ഒരു മടിയുമില്ല. സാഹസികമായ യാത്രകൾ, പുതിയ സംരംഭങ്ങൾ, അപ്രതീക്ഷിത തീരുമാനങ്ങൾ എന്നിവ ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവരുടെ ഒരു പ്രധാന സവിശേഷതയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും.
അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഊർജ്ജമുണ്ട്. ഇവർ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ഉടൻ തന്നെ ചെയ്തു തീർക്കാൻ ഇവർ ശ്രമിക്കും. മാനസികമായും ശാരീരികമായും വളരെ ആക്റ്റീവായിരിക്കും. ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാൻ ഇവർക്ക് പ്രയാസമാണ്. ഇവർക്ക് ജന്മനായുള്ള നേതൃഗുണങ്ങളുണ്ട്. ഒരു സംഘത്തെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവഗണിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി അശ്വതിക്കാർ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ഏത് സാഹചര്യത്തിലും നല്ല വശങ്ങൾ കാണാൻ ഇവർ ശ്രമിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഇവർ പൊതുവെ ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമായിരിക്കും. കളവ് പറയുന്നതിനോ ചതിക്കുന്നതിനോ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അശ്വതിക്കാർ. ഏതു കാര്യവും വേഗത്തിൽ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും ഇവർക്ക് കഴിവുണ്ട്. പുതിയ അറിവുകൾ നേടുന്നതിലും കഴിവുകൾ വികസിപ്പിക്കുന്നതിലും ഇവർ താല്പര്യം കാണിക്കും. ബന്ധനങ്ങളെയും നിയന്ത്രണങ്ങളെയും അശ്വതിക്കാർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അമിതമായ സ്വാതന്ത്ര്യദാഹം ചിലപ്പോൾ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പോൾ ഇവർക്ക് ഒരു തരം നിഷ്കളങ്കത ഉണ്ടാകും. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാനുള്ള പ്രവണത കണ്ടേക്കാം. ഇത് ചിലപ്പോൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഏതു കാര്യത്തിലും ഒരു തരം അക്ഷമ ഇവർക്കുണ്ടാകും. കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കും. ആലോചിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും ഇവർക്ക് വിനയായി മാറും. ക്ഷമയില്ലായ്മ കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന സ്വഭാവം ചിലരിൽ കാണാം. ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. ക്ഷമയില്ലാത്തതിനാൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതിൽ ഇവർക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് കാരണം ചില പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരും വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമായിരിക്കും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. പോലീസ്, സൈന്യം, സ്പോർട്സ്, ശസ്ത്രക്രിയാ വിദഗ്ധർ, ബിസിനസ്സുകാർ, അഡ്മിനിസ്ട്രേറ്റർമാർ, ഗവേഷകർ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ ജോലികളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. സ്നേഹമുള്ളവരും വിശ്വസ്തരുമായിരിക്കും. എന്നാൽ ചിലപ്പോൾ ദേഷ്യം കാരണം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിനാൽ പങ്കാളിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം. പൊതുവെ ആരോഗ്യമുള്ളവരായിരിക്കും. എന്നാൽ ചിലപ്പോൾ തലവേദന, പനി, ദഹന പ്രശ്നങ്ങൾ, എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. അശ്വിനി ദേവതകൾ ദേവന്മാരുടെ വൈദ്യന്മാരായാണ് അറിയപ്പെടുന്നത്. ഇത് അശ്വതി നക്ഷത്രക്കാർക്ക് രോഗശാന്തി നൽകാനുള്ള കഴിവ്, ദയ, സഹാനുഭൂതി തുടങ്ങിയ ഗുണങ്ങൾ നൽകുന്നു. ഇവർ വൈദ്യശാസ്ത്ര മേഖലയിലും ആരോഗ്യരംഗത്തും ശോഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വേഗതയും ചടുലതയും അശ്വിനി ദേവകളുടെ സവിശേഷതയാണ്. പാവപ്പെട്ടവർക്കും അശരണർക്കും ഭക്ഷണം, വസ്ത്രം, പുതപ്പ് എന്നിവ ദാനം ചെയ്യുക. കറുത്ത ഉഴുന്നോ എള്ളോ ദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും. നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും നല്ലൊരു പരിഹാരമായി കണക്കാക്കുന്നു. ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ വ്രതമെടുക്കുന്നത് കേതുവിനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. അക്ഷമ, എടുത്തുചാട്ടം, അമിതമായ ദേഷ്യം എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിലും ക്ഷമയും വിവേകവും കാണിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനത്തിനും ഏകാഗ്രതയ്ക്കും നല്ലതാണ്. കേതു ആത്മീയതയുടെ ഗ്രഹമായതിനാൽ ആത്മീയ കാര്യങ്ങളിലും ധാർമ്മിക ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാണ്. അശ്വതി നക്ഷത്രക്കാർ ധീരരും ഊർജ്ജസ്വലരും സാഹസികരും നേതൃഗുണങ്ങളുമുള്ളവരുമാണ്. എന്നാൽ അക്ഷമ, എടുത്തുചാട്ടം, മർക്കടമുഷ്ടി എന്നിവ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഗുണങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് ഇവർക്ക് വളരെ പ്രധാനമാണ്.